ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചത്, അധികം കനമില്ലാതെ കട്ട് ചെയ്യണം. ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഒരു 10-15 ബീൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ പിടി വൻപയർ കുക്കറിലിട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. തലേ ദിവസം കുതിർത്ത് വയ്ക്കുവാണെങ്കിൽ വൻപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ല നിങ്ങൾ കുതിർക്കാൻ മറന്നുപോയെങ്കിൽ രാവിലെ തന്നെ ഒരല്പം വൻപയർ എടുത്ത് കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് കുതിർന്ന് കിട്ടും. എന്നിട്ടത് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ വൻപയറും ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. വെജിറ്റബിൾസും ചേർത്തിട്ടാണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു വലിയ സവോള നീളത്തിന് കനം കുറച്ചരിഞ്ഞത്, 1-2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടിയാൽ മതി, അതിൻ്റെ നിറം ഒന്നും മാറണ്ട. സവോള ഇതുപോലെ നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർക്കാം. ഈ പൊടികളുടെ ആ ഒരു പച്ചപ്പങ്ങ് മാറാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. വൻപയർ ഇപ്പോൾ ചേർക്കണ്ട, ഏത്തയ്ക്ക, ക്യാരറ്റും ബീൻസും മാത്രം ചേർത്താൽ മതി. വൻപയർ വേവിച്ചതാണല്ലോ. അപ്പോൾ ഈ പച്ചക്കറികൾ ഒരു 1/4 വേവ് ആയതിനു ശേഷം വൻപയർ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, ഇതിൻ്റെ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിയിൽ പിടിക്കാതെ നോക്കണം, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച വൻപയറും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വൻപയർ വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുക്കർ തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് വറ്റിച്ചെടുക്കണം. കാരണം വെള്ളത്തോടു കൂടി ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മെഴുക്കുവരട്ടി കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ആ പച്ചക്കറികളും പാകത്തിന് വേവും ഈ വൻപയറിലോട്ട് കുറച്ച് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്ത് വൻപയറിലോട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തേക്കണം. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.